ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? കുറേ അല്ലേ നമ്മൾ കണ്ടിട്ട്. പുതിയതായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഒരുപാട് വീഡിയോ ചെയ്യാന്നുള്ള അങ്ങനെ ഒരു ഇതൊന്നുമില്ല. ഇന്ന് നമുക്ക് കുറച്ച് ലോങ്ങിനെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, ഒരുപാട് ആൾക്കാർ ലോങ്ങിനെ കുറിച്ച് പല കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇത് നല്ലതാണോ, അത് വെക്കാൻ പറ്റുമോ, ഇത് വെക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. ലോങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇത് കഴിച്ചുകൊണ്ട് പറയാം. ഓക്കെ, ലോങ്ങിന് പറ്റുന്ന എല്ലാവരും നാട്ടിലൊക്കെ അവൈലബിൾ ആണല്ലോ. നല്ല ലോങ്ങൻ നോക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ട് മേടിക്കാം. ലോങ്ങൻ, ലിച്ചി, റംബൂട്ടാൻ ഒക്കെ പറയുന്നത് ഏകദേശം ഒരു ഫാമിലിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കതിൽ റംബൂട്ടാൻ കഴിഞ്ഞാൽ ലിച്ചി ഭയങ്കര ഇഷ്ടമാണ്. ഏകദേശം ഒരു ജ്യൂസിയാണ്. നല്ല ക്വാളിറ്റിയുള്ള ലോങ്ങൻ നോക്കി മേടിക്കാൻ നിൽക്കുക. കേട് വന്നതൊന്നും മേടിക്കരുത്. ലേശം ഇതുപോലെ ഒരു ചെറുതായിട്ട് ബ്രൗണിഷ് ഗ്രീൻ കണ്ടില്ലേ, ഇതാണ്. ഇതേതാ ഏനെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പലരും പറയാറുണ്ട് പുറത്ത് ചെയ്യുന്നത് കൂടുതലും ഡയമണ്ട് റിവറാണ് ഇവിടെ വരുന്നത്. ഇത് തായ്ലൻഡിൽ നിന്ന് വന്ന ഇനാണ്. ഇതിലുണ്ട് ഇവിടെ തായ്ലൻഡിൽ നിന്നുള്ളത്. തായ്ലൻഡിൽ ഒരുപാട് ഇനങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ബ്ലാക്ക് ലീഫ് എന്ന് പറഞ്ഞ ന്യൂ ക്രിസ്റ്റൽ, പിന്നെ പുവാംപെത്ത്, പുവാന്തോങ്, കേത്തക്കി, കൊഹല, എഡുവ, അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡയമണ്ട് റിവറൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പം കുഴപ്പമില്ല കേട്ടോ, നല്ല മധുരമുണ്ട്. ലോങ്ങനിൽ ഈ ടേസ്റ്റിൽ ഒരുപാട് വൈവിധ്യങ്ങളൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കുറച്ച് ലോങ്ങൻ കഴിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിട്ടാണ് പറയുന്നത്. അപ്പം മധുരമാണ് ബേസിക്കലി. ലോങ്ങൻ മധുരമാണ്, പുളിയില്ല ഇതിൽ. നമ്മുടെ ടേസ്റ്റ് ബഡ്സ് തന്നെ കൂടുതലും ഒരു പുളിയും മധുരം കൂടി വരുമ്പോഴാണ് നമുക്ക് ഒന്ന് ഭയങ്കര ടേസ്റ്റിയായി മാറുക. റംബൂട്ടാനൊക്കെ അതാണ്, എല്ലാവർക്കും എത്ര കഴിച്ചാലും മടുക്കില്ലല്ലോ. കാരണം റംബൂട്ടാനിൽ ഒരു പുളിയും മധുരം കൂടിയുള്ള ഒരു ബേസിക്കലി നമുക്ക് ആ ഒരു ടേസ്റ്റ് നമുക്കിഷ്ടമാണ്. അപ്പം ലോങ്ങന് അതുപോലെ കഴിച്ച് നോക്കിയിട്ട് വെക്കുക. പിന്നെ ലോങ്ങനിലെ വ്യത്യാസങ്ങൾ കൂടുതലും ഈ C/+ൻ്റെ റേഷ്യോ ആണ്. പിന്നെ ഇതിൻ്റെ ഈ കളറിലെ വ്യത്യാസം, ലീഫിലെ വ്യത്യാസം, ഇതൊക്കെയാണ് ലോങ്ങൻ. പിന്നെ ലോങ്ങൻ ഏത് വെക്കണം എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പം അതിനെക്കുറിച്ച് പറയാം. നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ലോങ്ങൻസ് ഏതൊക്കെ നോക്കുക. വൈറ്റ്, 4 സീസൺ, പിന്നെ ഏതൊക്കെ റൂബി ക്രിസ്റ്റൽ, ഡബിൾ ലോങ്ങൻ, ഡയമണ്ട് റിവർ, പിന്നെ ന്യൂ ക്രിസ്റ്റലല്ലേ ബ്ലാക്ക് ലീഫ് എന്ന് പറഞ്ഞ സാധനം, പിന്നെ കൊഹല, പിന്നെ ഇതൊക്കെ നാട്ടിലെ ഡബിൾ ലോങ്ങൻ, എഡോ സ്റ്റാർ തന്നെ വേറൊരു പേരിൽ എന്താണ് പറയുക, വിയറ്റ്നാം ട്രോപ്പിക്കൽ ലോങ്ങൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെയും വിൽക്കുന്നുണ്ട്. അപ്പോൾ ലോങ്ങൻ മേടിക്കുമ്പോൾ നോക്കേണ്ട കേസ് ഒന്ന് നമ്മുടെ നാട്ടിൽ കായ്ച്ച വെറൈറ്റി മേടിക്കുക. നാട്ടിൽ റിസൾട്ട് വന്നിട്ട്. കാരണം ലോങ്ങിൽ ട്രോപ്പിക്കൽ, സബ് ട്രോപ്പിക്കൽ ഇനങ്ങളുണ്ട്. ലിച്ചി നല്ല ഫ്രൂട്ടാണ്, നമ്മുടെ നാട്ടിൽ കായ്ക്കില്ല. തണുപ്പുള്ള സ്ഥലങ്ങൾ, കോൾഡ് സ്ട്രെസ് ഉള്ള കേരളത്തിൽ ഇടുക്കി, വയനാട്, കാന്തല്ലൂർ അവിടെയൊക്കെ കായ്ക്കുന്നുണ്ട്. രാത്രിയിൽ അത്യാവശ്യം നല്ല തണുപ്പ് വെച്ചാൽ കോൾഡ് സ്ട്രെസ് അത് നിർബന്ധമാണ് ചില ഇനങ്ങൾക്ക്. ചൈനയിലൊക്കെ നല്ല രീതിയിൽ ലോങ്ങൻ ചെയ്യുന്നുണ്ട്. നല്ല തണുപ്പുള്ള മേഖലകളാണ്. അത് നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ കായ്ച്ചോളുന്നില്ല. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇനങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ കായ്ച്ച ഇനങ്ങൾ. പിന്നെ നമ്മുടെ നാട്ടിൽ പറയുന്നത് കെമിക്കൽ കൊടുത്ത് ഇൻഡ്യൂസ് ചെയ്ത് കായ്പ്പിക്കുന്നുണ്ട്. അതിന് പല പേരുകളും നിൽക്കും. മരുന്ന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഹോർമോൺ കൊടുക്കുന്നതെന്നൊക്കെ പലരും പറയാറുണ്ട്. ബേസിക്കലി അത് കെമിക്കൽ കൊടുത്ത് ഇൻഡ്യൂസ് ചെയ്യുകയാണ്. അതല്ലാതെ പെട്ടെന്ന് ഫ്ലവർ ചെയ്യുന്ന വേറെ വരിക, അങ്ങനെ തന്നെ ഞാൻ പറയാം. ഇനി കെമിക്കൽ കൊടുത്തിട്ടില്ലേ ഇത് കായ്ക്കോ ഇല്ലേ, അതാവും ആളുടെ ചോദ്യം. കായ്ക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് ഒന്നും കൊടുക്കാതെ തന്നെ ഇപ്പം നമ്മുടെ നാട്ടിലിപ്പം പറഞ്ഞ ന്യൂ ക്രിസ്റ്റൽ ബ്ലാക്ക് ലീഫ് എന്ന് പറഞ്ഞ സാധനം ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ജീവനുള്ള സാധനം, അതിൻ്റെ ആവശ്യം തന്നെ അടുത്ത ജനറേഷൻ ഉണ്ടാക്കുക എന്നുള്ളത്. മനുഷ്യനാണെന്നുണ്ടെങ്കിലും ചെടികളാണെന്നുണ്ടെങ്കിലും കിളികളാണെന്നുണ്ടെങ്കിലും പ്രത്യുൽപാദനം അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതതിൻ്റെ സമയം നടക്കും. ഈ സമയം ചിലപ്പോൾ ദീർഘിപ്പിച്ച് പോകും. പിന്നെ ഈ കെമിക്കൽ ഇൻഡ്യൂസ് ചെയ്തിട്ടാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പലതരം ഫ്രൂട്ട്സും കൊമേഴ്ഷ്യലി കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, പ്രോപ്പർ ടൈമിൽ അവർക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തേത്, ഈൽഡ് കൂട്ടാൻ പറ്റും ഈ രീതിയിലൊക്കെ ചെയ്യുന്ന സമയത്ത്. ലോങ്ങൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് കായ്ക്കും. നമ്മുടെ നാട്ടിൽ മഴയാണ്, 5-8 മാസം മഴയാണ്. അപ്പോൾ മഴയില്ലാത്തൊരു സമയത്ത് നമുക്ക് ഇതിനെ കായ്പ്പിച്ചെടുക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അതൊരു പ്ലസ് പോയിൻ്റാണ്. പിന്നെ അത് ആർക്കൊക്കെ പറ്റും എന്നുള്ളത് നോക്കിയിട്ട് അതൊക്കെ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഞാനൊരു പ്ലസ് പോയിൻ്റായിട്ടാണ് ഞാൻ കാണുന്നത്, ഒരിക്കലും ഒരു മൈനസ് അല്ല. പിന്നെ ഇതില്ലാതെ കായ്ക്കുക എന്ന് പറഞ്ഞ പ്ലാന്റ് അതിന് തോന്നിയ സമയത്ത് കായ്ക്കുക. മഴക്കാലത്ത് ലോങ്ങനൊക്കെ കായ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം കയറുന്നു. ഇത്തവണ നാട്ടിൽ കിട്ടിയിട്ടുള്ള റംബൂട്ടാനിൽ പോലും
എനിക്ക് വെള്ളം കയറിയതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് 5-8 മാസം മഴയാണ്, അതൊക്കെ നോക്കിയിട്ടൊക്കെ ചെയ്യാം. പിന്നെ ഇതിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന സാധനം അത് പല രാജ്യത്തും പല രീതിയിലാണ്. നമ്മുടെ നാട്ടിൽ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും, പല വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും, സോഡിയം ഹൈപ്പോക്ലോറേറ്റ്. ഇതിൻ്റെ അത് ബേസിക്കലി ഒരു ബ്ലീച്ചാണ്, അതിലെ ക്ലോറിനാണ് വർക്കൗട്ട് ആവുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മറ്റ് പല രാജ്യത്തും വേറെ ഒരുപാട് സാധനങ്ങളാണ്, ഓരോ രാജ്യത്തും അനുവദനീയമായിട്ടും ഉള്ള സാധനങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പൊട്ടാസ്യം നൈട്രേറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. പൊട്ടാസ്യം നൈട്രേറ്റ് വെടിമരുന്നിൻ്റെ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. മറ്റ് പല രാജ്യത്തും അത് ഇതിൻ്റെ ആവശ്യങ്ങൾക്ക്, അഗ്രികൾച്ചർ ആവശ്യങ്ങൾ അങ്ങനെ തന്നെ പറയാം, അങ്ങനെ തന്നെയല്ലേ, ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൊട്ടാസ്യം ക്ലോറേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഇന്തോനേഷ്യയിലുള്ള ഒരു ഫാർമറായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാട്ടോ പറയുന്നത്. ആളവിടെ കൊമേഴ്ഷ്യലി ചെയ്യുന്നത് ഹുവാംപെക്ത് എന്നുള്ള ഐറ്റാണ്. ഓക്കെ, അപ്പം പറഞ്ഞു വരുന്നത് അതൊരു കുറവല്ല. അതല്ലേ നിങ്ങൾക്കത് പറ്റൂല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ 4 സീസണ്, വൈറ്റ്, ഡബിൾ ലോങ്ങൻ, ഈ എഡോസ്റ്റാർ ഇതൊക്കെ കായ്ക്കുന്നുണ്ട്. ഇതിലേതെങ്കിലുമൊക്കെ വെക്കാം. വെറൈറ്റികൾ എണ്ണം കൂട്ടുന്നത് നിങ്ങളുടെ സാമ്പത്തികവും ഇതൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ സ്ഥലം അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. അതാണ് അതിൽ ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, പിന്നെ പല വെറൈറ്റികളും നേരത്തെ ഫ്ലവർ ചെയ്യും. കായ പിടിക്കാൻ ഏത് ലോങ്ങനാണെന്നുണ്ടെങ്കിൽ ഒരു 1 ഇയർ സമയം കൊടുക്കണം. ഇനി ഒരു പ്ലാന്റിന് ചിലപ്പം പറ്റുന്നുണ്ടെങ്കിൽ 2-3 വർഷം സമയം കൊടുക്കാൻ ശ്രമിക്കുക. അത് വൈറ്റ് ആണെങ്കിലും 4 സീസൺ ആണെങ്കിലൊക്കെ അതിൽ നമുക്ക് കഴിക്കേണ്ട രീതിയിൽ കായ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പ്ലാന്റ് ഒന്ന് അത്യാവശ്യം ബ്രാഞ്ചസ് ആവണം. ഈ ലോങ്ങനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അഗ്രഭാഗത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രാഞ്ചിൽ ടിപ്പിൽ കായ്ക്കുന്ന സാധനമാണ്, റംബൂട്ടാനാണ്, തടിയിൽ കായ്ക്കുന്ന സാധനങ്ങളല്ല. അപ്പം തുടക്കത്തിൽ മാക്സിമം ബ്രാഞ്ചസ് ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കുക. തുടക്കത്തിൽ ഫ്ലവർ വന്നിട്ടുണ്ട് പൊട്ടിച്ചിട്ടാളുക, എന്നിട്ട് അതിനെ മാക്സിമം ബ്രാഞ്ചസ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഫ്രൂട്ട്സ് എടുക്കാൻ പറ്റും. അതിന് കുറച്ച് സമയം കൊടുക്കുക. ഒരു 2 വർഷം 3 വർഷം എന്നൊക്കെ വലിയൊരു ടൈം പീരീഡ് അല്ല, അത് കൊടുക്കാൻ ശ്രമിക്കുക. ആ ഒരു കാരണം കൊണ്ട് ഏതെങ്കിലും വെറൈറ്റി ഒഴിവാക്കാതിരിക്കുക. ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ. ബാക്കി ലോങ്ങലിൽ കണ്ടുവരുന്നൊരു പ്രശ്നം, ലോങ്ങലിൽ നല്ല രീതിയിൽ ടെമ്പററി ഇഷ്യൂ ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണ്ടുതുരപ്പൻ, ഇവൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന സീഡ്ലിങ്ങിന് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. സീഡ്ലിങ്ങിൽ വരെ അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം തുടക്കത്തിൽ ലോങ്ങന് മെയിനായിട്ട് ഈ ചൂട് കൂടുന്ന സമയത്തൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഒന്ന് പ്ലാന്റിനൊക്കെ നോക്കുക. ഒറ്റയടിക്ക് കൊണ്ടുപോയിട്ട് മണ്ണിൽ നടാത്താൻ നല്ലതെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഒരു 1-1.5 വർഷമൊക്കെ നോക്കിയിട്ട് പ്ലാന്റ് ഒന്ന് കഴിച്ചിലായി ഹെൽത്തി ആയി കഴിഞ്ഞിട്ട് പിന്നെ മണ്ണിലേക്ക് വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഒരു സാധനത്തിന് നമ്മൾ ഒരു പോട്ടിലോ ഗ്രോ ബാഗിലോ വെച്ച് കെയർ ചെയ്യുന്നത് മണ്ണിൽ വെച്ച് കെയർ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ അറ്റൻഷൻ വലിയ രീതിയിലേക്ക് കിട്ടൂല. അപ്പോൾ നമ്മൾ വെച്ചിട്ട് തിരിഞ്ഞ് നോക്കാതെ നിന്നിട്ട് നമ്മളൊരു മാവോ മറ്റു പ്ലാന്റുമാരെയൊക്കെ തിരിഞ്ഞ് നോക്കാതെ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചില സമയത്ത് ലോങ്ങലിൽ പണി കിട്ടാറുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം ഒറ്റ കാര്യം, നമ്മുടെ നാട്ടിൽ കായ്ച്ച വെറൈറ്റികൾ വെക്കുക. അതല്ല കളക്ഷൻ എന്നുള്ള താല്പര്യമുള്ള ആൾക്കാർ കായ്ക്കണം എന്നില്ല പുതിയ വന്ന വെറൈറ്റികൾ വെക്കുക. ഇന്നതാണോ നല്ലത് ചീത്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ടേസ്റ്റിൽ വലിയ വൈവിധ്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഇതുപോലെ ഇൻഡ്യൂസ് ചെയ്ത് കായ്പ്പിക്കാൻ പറ്റും, കുറച്ച് കാത്തിരിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊമേഴ്ഷ്യലി ചെയ്ത് വരുന്ന ഏതെങ്കിലും വെറൈറ്റികൾ നിങ്ങൾക്ക് വെക്കാം. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് പ്ലാന്റ് അങ്ങനെ നിന്ന് കായ്ക്കണം എന്നുണ്ടെങ്കിൽ വൈറ്റ്, 4 സീസൺ, ഡബിൾ ലോങ്ങൻ, എഡുസ്റ്റാർ ഇതൊക്കെ വെക്കാം. ഇനി കാണാനുള്ള ഭംഗിക്കാണ് റൂബി ക്രിസ്റ്റൽ, അതേമാതിരി ബ്ലാക്ക് ലോങ്ങൻ, അങ്ങനെ പല സാധനങ്ങളും ഉണ്ട്, അതൊക്കെ വെക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ലോങ്ങൻ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ഓവർ റേറ്റഡ് പ്ലാന്റും ഓവർ റേറ്റഡ് ഫ്രൂട്ടുമാണ്. നമ്മുടെ റംബൂട്ടാനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് ഒരു കമ്പാരിസൺ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ റംബൂട്ടാൻ എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല. വേറൊരു കാര്യം കൂടി, നമ്മുടെ തീരദേശ മേഖലകളിലൊക്കെ റംബൂട്ടാൻ പെർഫോം ചെയ്യാൻ വളരെ പാടാണ്. പ്ലാന്റ് പോലും ശരിക്കും വളരുന്നില്ല. ലേശം സോൾട്ടി നേച്ചറൊക്കെ ഉള്ള സ്ഥലത്താണെന്നതുകൊണ്ട് അവിടെയൊക്കെ ലോങ്ങൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവർക്കിത് പ്രിഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ചെയ്യാം. ലേശം വലിയ വീഡിയോ ആയിപ്പോയി, പറ്റുന്നവരൊക്കെ കാണുക, അത്രേ ഉള്ളൂ. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. ഗുഡ് ഡേ ഗൈസ്. അസ്സലാമു അലൈക്കും.